എംബസിയും UAE തൊഴിൽ മന്ത്രാലയവും ഇന്ത്യയിലെ പ്രൊട്ടക്ടർ ജനറൽ ഓഫ് എമിഗ്രൻസും സംയുക്തമായാണ് ത്രിതല ഓൺലൈൻ സംവിധാനം ഒരുക്കുന്നത്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഏപ്രിൽ 3-ന് ഒപ്പുവച്ചിരുന്നു. UAEയുമായി ചേർന്ന് ഓൺലൈൻ അറ്റസ്റ്റേഷൻ ഒരുക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. UAE ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും സംയുക്തമായി ആരംഭിച്ച ഓൺലൈൻ അറ്റസ്റ്റേഷൻ പദ്ധതി ഇന്ത്യയിൽ നിന്നും വിശിഷ്യ കേരളത്തിൽ നിന്ന് വരുന്ന തൊഴിലാളികൾക്ക് വളരെയധികം സഹായകമായിരിക്കും. തൊഴിൽ തട്ടിപ്പിനിരയായി ഇവിടെ എത്തുന്ന ലേബർ ക്ലാസ്സിലുള്ള തൊഴിലാളികൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കഷ്ടപ്പെടുകയും അത് അവസാനം ആത്മഹത്യയുടെ മുൻപിൽ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആത്മഹത്യ നിരക്കുകൾ ദിനേന എന്നോണം നമ്മൾ പത്രദ്വാരയും മീഡിയയിലൂടെയും നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിധിവരെ സഹായകമാകുന്ന ഈ നിയമം തികച്ചും ശ്ലാഘനീയമാണ്. താമസിയാതെ മറ്റ് രാജ്യങ്ങളുമായി ഈ സംവിധാനം നടപ്പിലാക്കുമെന്ന് UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് ജോലിക്കായി പോകുമ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ളവരുടെ തൊഴിൽ കരാറുകൾ ഇരു രാജ്യങ്ങളിലും ഓൺലൈനിൽ സാക്ഷ്യപ്പെടുത്തിയ ശേഷമേ ഇനി മുതൽ യാത്ര തിരിക്കാൻ സാധിക്കുകയുള്ളൂ. എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമില്ലാത്ത പ്രൊഫഷണലുകൾക്കും മറ്റും ഇത് ബാധകമല്ല. നിർമ്മാണ മേഖലയിലും മറ്റും തൊഴിലെടുക്കുന്ന അവിദഗ്ധ തൊഴിലാളികളെ തൊഴിൽ തട്ടിപ്പിൽ നിന്നും തടയുകയാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം. അവിദഗ്ധ തൊഴിലാളികളെ തൊഴിൽ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സർക്കാർ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അത് UAE ഗവൺമെന്റ് ആദ്യമായിട്ട് ഏർപ്പെടുന്നത് ഇന്ത്യ സർക്കാരുമായിട്ടാണ്. ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികൾ ആവശ്യമുള്ള UAEയിലെ തൊഴിലുടമകൾ ഈ തൊഴിലാളികളുടെ എല്ലാ വിശദാംശങ്ങളും ഈ പുതിയതായിട്ട് തുടങ്ങുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു അനുഭവം കൊണ്ട് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തൊഴിൽ തട്ടിപ്പിനെ തടയിടാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചൊരു സംവിധാനം ആയതുകൊണ്ട് തന്നെ അത് ടൈപ്പിംഗ് സെന്ററുകൾ അല്ലെങ്കിൽ PROമാർ അവരൊക്കെ അത് മുതലെടുപ്പ് നടത്തുകയും മറ്റൊരു തരത്തിൽ തൊഴിൽ തട്ടിപ്പ് അല്ലെങ്കിൽ തന്നെ മറ്റൊരു തരത്തിലൊരു തട്ടിപ്പ് നടക്കുമോ എന്ന് സംശയിക്കുന്നുണ്ട്. കാരണം ഈ തൊഴിലുടമകൾ ഏത് രീതിയിൽ ഈ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് തൊഴിലാളി യാത്ര തിരിക്കുന്നതിന് മുൻപ് ഈ രേഖകളൊക്കെ ഓൺലൈനിലൂടെ ഇന്ത്യ ഗവൺമെന്റും UAE ഗവൺമെന്റും അറ്റസ്റ്റേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ അവർക്ക് അവിടെ നിന്ന് കയറി പോരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിൽ പറയല്ലോ ചവിട്ടിക്കയറ്റിൽ ഉന്തിത്തള്ളൽ അങ്ങനത്തെ പരിപാടികളിൽ നിന്നൊക്കെ മാറി കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നടന്നത് ഇപ്പം 2000 ദിർഹംസൊക്കെ ഓഫർ ചെയ്തിട്ട് ഇവിടെ ജോലിക്ക് എത്തിക്കഴിഞ്ഞാൽ 600 ദിർഹംസ് 800 ദിർഹംസൊക്കെ ശമ്പളം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് തൊഴിലാളികൾ. അവർക്ക് അതിനകത്ത് പ്രതികരിക്കാനും വയ്യ. അപ്പോൾ ഈ ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനൊക്കെ തടയിടാനും അവർക്ക് ഓഫർ ചെയ്യുന്ന സാലറി കൃത്യമായിട്ട് അവരുടെ കയ്യിൽ കിട്ടാനും സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പ്രവാസി ലോകത്തിന് വേണ്ടി ചെയ്തു വെച്ച ഒരു കാര്യം, ഈ ഒരു നല്ല കാര്യം തുടർന്നുള്ള നാളുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ആഗ്രഹിക്കുന്നു. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി പ്രത്യേക വെബ്സൈറ്റ് നിലവിൽ വരും. ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ ആവശ്യമുള്ള UAEയിലെ തൊഴിലുടമകൾ ബന്ധപ്പെട്ട രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇന്ത്യയിൽ നിന്നും റിക്രൂട്ടിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കമ്പനികളും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. GMARK Gulf News Week.